വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡിവോഴ്സ് ആയതിനു ശേഷവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് അമൃത സുരേഷിൻ്റെതും ബാലയുടേതും. പലതരം വിവാദങ്ങളിലാണ് രണ്ടുപേരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സായ ശേഷം മകൾ അമൃതയോടൊപ്പമാണ് ജീവിക്കുന്നത്. ഡിവോഴ്സായി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പല ഇൻ്റർവ്യൂസിലും സോഷ്യൽ മീഡിയയിലും ബാല ഇവരെപ്പറ്റി കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനെതിരെയായി ആദ്യമായി മകൾ പപ്പു കഴിഞ്ഞ ദിവസമാണ് ബാലയ്ക്കെതിരെ പ്രതികരിച്ചത്. വളരെ മോശമായ രീതിയിലാണ് പാപ്പു അച്ഛനായ ബാലയ്ക്കെതിരെ സംസാരിച്ചത്. അതിന് മറുപടിയായി ബാലയും ഒരു വീഡിയോ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇനിയൊരിക്കലും നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ലെന്നും ബാല പറഞ്ഞിരുന്നു. ഡിവോഴ്സായി 10 വർഷങ്ങൾ ഏറെ കഴിഞ്ഞാണ് അമൃത ആദ്യമായി പ്രണയത്തിലാവുന്നത്. ഗോപി സുന്ദറുമായി പ്രണയത്തിലായതിൻ്റെ ഫോട്ടോസും വീഡിയോസുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗദറായി ജീവിക്കുകയും ഫിസിക്കൽ ഇൻറ്റിമസി കൂടുതലുള്ള ഫോട്ടോസെല്ലാം ഷെയർ ചെയ്യുകയും അക്കാലത്ത് ചെയ്തിരുന്നു. ഇതിനെതിരെയും പലരും മോശമായ കമൻറ്റുകളുമായി അമൃതയ്ക്കെതിരെ വന്നിരുന്നു. ഒരു മകളെ വെച്ച് ഇങ്ങനെയൊന്നും ചെയ്യാൻ നാണമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആൾക്കാർ കമൻറ്റ് ചെയ്തത്. എന്നാൽ ബാലയും ഇക്കാലത്ത് രണ്ടാമത് വിവാഹം ചെയ്തിരുന്നു. എന്നാൽ ബാലയെ ആരും കുറ്റപ്പെടുത്തിയിരുന്നില്ല. അമൃതയെ പല രീതിയിലുള്ള സൈബർ അറ്റാക്കുകളാണ് നേരിട്ടുകൊണ്ടിരുന്നത്. പാപ്പുവിൻ്റെയും ബാലയുടെയും വീഡിയോയ്ക്ക് ശേഷം അമൃതയും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ വളരെ മാനസികമായി തളർന്നുകൊണ്ടാണ് അമൃത സംസാരിച്ചത്. ഇനിയെങ്കിലും എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അയാൾ എന്നെ നിരന്തരമായി ഉപദ്രവിച്ച് കൊണ്ടിരിക്കുകയാണ്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആദ്യമായി ഒരാളുമായി പ്രണയത്തിലാവുന്നത്. അതിനെയും നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ. ഇപ്പോഴിതാ അമൃത ഹോസ്പിറ്റലിൽ ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും വരുന്നു. അനിയത്തിയായ അഭിരാമിയാണ് ഈ വാർത്ത ഷെയർ ചെയ്തത്. ഇനിയെങ്കിലും എൻ്റെ സഹോദരിയെ നിങ്ങൾ വെറുതെ വിടൂ. ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്നു പറഞ്ഞ് അടിക്കുറിപ്പോടു കൂടിയാണ് ആ ഫോട്ടോ അഭിരാമി ഷെയർ ചെയ്തത്. ബാലയെ ഉദ്ദേശിച്ചായിരുന്നു അഭിരാമിയുടെ ഈ പോസ്റ്റ്. അമൃതയെയും ഫാമിലിയെയും മോശമാക്കാൻ കിട്ടുന്ന ഒരവസരവും ബാല പാഴാക്കുന്നില്ലെന്നും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ബാല ഒരു നാടകം കളിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഫാമിലിയും മറ്റു പലരും രംഗത്ത് വന്നിരുന്നു. വളരെ കാലമായി ഇവരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. ഇതുവരെയായും ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കാത്തത് ബാല കാരണമാണ്. രണ്ടാമത് കല്യാണം കഴിച്ച എലിസബത്ത് എവിടെ എന്നും പലരും ഇപ്പോൾ ചോദിക്കുന്നു. ഒരിക്കൽ വലിയ രീതിയിൽ ബാല തന്നെ എലിസബത്തുമുള്ള വീഡിയോയും ഫോട്ടോസുമെല്ലാം പങ്കുവച്ചിരുന്നു. എന്നാലിപ്പോൾ എലിസബത്തിനെ ബാലയ്ക്കൊപ്പം കാണാനേ ഇല്ല. അമൃതയ്ക്ക് പിന്തുണയുമായി മുൻകാമുകനായ ഗോപി സുന്ദറും രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങളൊരു മികച്ച സ്ത്രീയാണ്. കരുത്തുറ്റ ഒരു അമ്മയായി നിലകൊള്ളൂ എന്ന ഒരു പോസ്റ്റാണ് അമൃതയ്ക്ക് സപ്പോർട്ടായി എഴുതിയിരിക്കുന്നത്.